അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, നാളെ ദുറൂസോണല്ല വിഷയം അല്ലേ? ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ചെറിയ നിലക്കുള്ള ഒരു റിവിഷനും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നല്ല ഉഷാറായിട്ട് പരീക്ഷ എഴുതണം. രക്ഷിതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചോദ്യം എഴുതേണ്ട രൂപങ്ങളൊക്കെ നമ്മളെ ഈ ചെറിയൊരു ക്ലാസ്സിൽ പറയുന്നതാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കുകയും മക്കളൊക്കെ ശ്രദ്ധിക്കുന്ന മക്കളൊക്കെ എന്ത് ചെയ്യുക, എഴുതേണ്ട രൂപങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അറിയാവുന്നതാണ് എങ്കിൽ പോലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് സാധാരണ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനാണ് വരാറുള്ളത്. അല്ലെങ്കിൽ ചോദ്യം തന്നിട്ടുണ്ടാവും, അള്ളാഹുവിനും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ തന്നിട്ട് നേരെ ഒരു ബ്ലാങ്ക് ആയ സെൻട്രൽ ഭാഗത്ത് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഇടത് ഭാഗത്ത് കൊടുത്തിട്ടുണ്ടാവും ഉത്തരങ്ങൾ. ക്രമം തെറ്റിച്ചായിരിക്കും, ഓർഡർ തെറ്റിച്ചായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഓർഡർ തെറ്റിച്ച് കൊടുത്താൽ എന്ത് ചെയ്യുക, നേരെ എടുത്തുകാണ്ട് ഈ അള്ളാഹുവിനും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വലിയ ഇഷ്ടമാണ് എന്നതിന് നേരെയാണ് എഴുതി കൊടുക്കേണ്ടത്. അതിൻ്റെ ഉത്തരം നേരെയാണ് എഴുതി കൊടുക്കേണ്ടത്, തിരിച്ച് എഴുതി കൊടുക്കരുത് എന്നർത്ഥം. അപ്പം ഇവിടെ ബ്രാക്കറ്റിലുള്ളൊന്ന് വായിച്ചു നോക്കി. കഴിക്കുന്ന ഭക്ഷണം 1000 നാണയം, വിരുന്നുകാരെ ആദരിക്കൽ, ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു, കുടുംബബന്ധം പുലർത്തുന്നത്. ഇങ്ങനെയാണ് ഉള്ളത്. ഇത് ഉത്തരങ്ങളാണ്. ഓരോ ചോദ്യവും നന്നായി വായിക്കുക. അറിയുന്നതിന് നേരെ ആദ്യം എഴുതി കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും കൺഫ്യൂഷനുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പിച്ചതിന് ശേഷം എഴുതി കൊടുക്കും. ഒരു കാരണവശാലും കിട്ടുന്നില്ല എങ്കിൽ പോലും അവിടെ ഒഴിച്ചിടാൻ പാടില്ല. ഏതെങ്കിലും ഒന്ന് മുകളിലുള്ള ഏതെങ്കിലും ഒന്ന് നേരെ എങ്ങനെ എന്ത് ചെയ്യുക, ഓരോന്നിങ്ങനെ എഴുതി കൊടുക്കുക. അപ്പോൾ എഴുതേണ്ട രൂപങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാവും. പിന്നീടൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഓർമ്മ വരുമ്പോൾ നമുക്ക് വരുന്ന പരീക്ഷകളിലായിട്ട് നമുക്ക് അത് ഫില്ല് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അള്ളാഹുവിനും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വലിയ ഇഷ്ടമാണ്. എന്ത്, ഏതാ ഉത്തരം? കഴിക്കുന്ന ഭക്ഷണമാണോ? 1000 നാണയമാണോ? വിരുന്നുകാരെ ആദരിക്കലാണോ? ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു, കുടുംബബന്ധം പുലർത്തുന്നത്. ഏതാണ് നമ്മൾ പഠിച്ചത്? കുടുംബബന്ധം പുലർത്തുന്നത്. അപ്പോൾ അത് നേരെ ഇതിന് നേരെ എഴുതി കൊടുക്കുക. ഈമാനിൻ്റെ ഭാഗമാണ്. ഏതാണ്? കഴിക്കുന്ന ഭക്ഷണമാണോ? 1000 നാണയമാണോ? വിരുന്നുകാരെ ആദരിക്കൽ, അത് ഈമാനിൻ്റെ ഭാഗമാണ് അല്ലേ? പിന്നെ മൂന്നാമത്തെ ചോദ്യം കണ്ടില്ലേ, ഹലാലും ത്വയ്യിബുമായിരിക്കണം. എന്ത്? ഹലാലായിരിക്കണം, ത്വയ്യിബും ആയിരിക്കണം, നല്ലതും ആയിരിക്കണം അല്ലേ? ഏതാണത്? 1000 നാണയോ? കഴിക്കുന്ന ഭക്ഷണം. ഏതാണത്? കഴിക്കുന്ന ഭക്ഷണം. നല്ല അയൽപക്കത്തിനുള്ള വിലയായിരുന്നു. ഏതാണ് അയൽപക്കം? അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, ആ വലിയ മഹാന്റെ ഒരു അയൽപക്കം അല്ലേ? ഒരു കഥ പറഞ്ഞില്ലേ? ഏതാണത്? 1000. എത്രയാണ് പറഞ്ഞത്? വീടിന് എത്ര വില പറഞ്ഞത്? ആ ജൂതരായ മനുഷ്യൻ വീടിന് വില പറഞ്ഞത് 2000. അപ്പോൾ എന്തേ പറഞ്ഞത്? 2000 കൂടുതലാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? വീടിന് 1000-ഉം പിന്നെ അയൽപക്കത്തിനുള്ള, എൻ്റെ അയൽപക്കം എന്ന് പറഞ്ഞാൽ അത് വലിയ വല്ലാത്ത ഒരു നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായ ഒരു ആളാണ്. ആരാണ് അദ്ദേഹം? അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ നല്ല അയൽപക്കത്തിലുള്ള ഒരു വിലയും കൂടിയാണ് 1000 എന്ന് പറഞ്ഞു അല്ലേ? അതാണ് ആ ചോദ്യം. അപ്പം നല്ല അയൽപക്കത്തിനുള്ള വിലയായിരുന്നു 1000 നാണയം. തുടക്കത്തിൽ ബിസ്മി മറന്നാൽ, നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ് ബിസ്മി ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി അത് മറന്നു പോയാൽ എന്ത് ചെയ്യണം? ബിസ്മിയാണോ? അല്ല, അത് ബിസ്മി തന്നെയാണ്. എങ്ങനെ ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു. അത് നേരെ എന്ത് ചെയ്യുക, എടുത്ത് എഴുതുക അല്ലേ? ഈ 5 ചോദ്യമാണ്, 5 ഉത്തരമാണ് മുകളിലുള്ളത്. ഇനി 5 എണ്ണം അല്ല, മേലെ 6 കൊടുത്താലും 7 കൊടുത്താലും നമുക്ക് 5 എഴുതാം. സെലക്ട് ചെയ്ത് ഉത്തരം ഏതാണ് നോക്കിയിട്ട് എഴുതുക. ഇനി അടുത്തൊരു ചോദ്യം 2 വീതം എഴുതാനുള്ളതാണ്. 2 എഴുതിയാൽ മതി. കുടുംബബന്ധം, അതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കി. കുടുംബബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങൾ.
നമ്മളെ കുടുംബക്കാരുമായിട്ട് ബന്ധം പുലർത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? കുടുംബക്കാരെ സൽക്കരിക്കുക ഒന്ന്, രണ്ടാമത് അവർക്ക് സ്വതക്ക ചെയ്യുക, അല്ലേ, അവരെ സന്ദർശിക്കുക, അവർക്ക് ഹദിയ നൽകുക. ഇങ്ങനെയുള്ള നമ്മൾ വിഷയങ്ങൾ നമ്മളെ പാഠത്തിൽ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് എളുപ്പമുള്ളത് നോക്കിയിട്ട് വേഗം എഴുതി കൊടുക്കുക. ഇവിടെ കുടുംബക്കാരെ സൽക്കരിക്കുക, അവർക്ക് സ്വതക്ക ചെയ്യുക, അവർക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കുക, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അടുത്ത അയൽവാസികളോടുള്ള കടമകൾ. അയൽവാസികളോടുള്ള കടമകൾ എന്തൊക്കെയാണ്? അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്ദർശിക്കുക. ഇങ്ങനെ ഇതൊക്കെ പോയിന്റുകളാണ് ഈ പറഞ്ഞത്. എന്ത് ചെയ്യുക? ഒരു പോയിന്റ് എന്ത് ചെയ്യുക? അവരെ ബഹുമാനിക്കുക, അവരെ വേദനിപ്പിക്കാതിരിക്കുക, ഇപ്പം രണ്ടെണ്ണായി. അല്ലെങ്കിൽ അവർക്ക് ഗുണം ചെയ്യുക, ഒന്ന് അവരെ സന്ദർശിക്കുക. ഇതാണ് ഇത്. പിന്നെ രണ്ടെണ്ണം എഴുതിയാൽ മതി. ഇനി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകൾ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? കയ്യും വായും കഴുകുക, രണ്ട് കൈയും വായും കഴുകുക, ഒന്ന്. പിന്നെയോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലുക, അല്ലേ, തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക, ഇരുന്ന് കഴിക്കുക, വലത് കൈ കൊണ്ട് കഴിക്കുക, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൃത്തിയായി കഴിക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ഭക്ഷണത്തെ കുറ്റപ്പെടുത്താതിരിക്കുക, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ. അതിൽ നമുക്ക് ഓർമ്മയിലുള്ളത് രണ്ടെണ്ണം എഴുതുക. ഇനി അടുത്ത ചോദ്യം ഉത്തരം എഴുതാം. അതിൽ ഒന്ന്, ആരാണ് കുടുംബക്കാർ? ആരാ കുടുംബക്കാർ? നമുക്കറിയില്ലേ, നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവർക്കാണ് കുടുംബക്കാർ എന്ന് പറയുക. ഉപ്പയുമായും ഉമ്മയുമായും റിലേഷനുള്ള ആളുകൾക്കാണ് എന്ത് പറയാ? കുടുംബക്കാർ എന്ന് പറയാ. രണ്ട്, അയൽപക്ക ബന്ധം ഊട്ടിയുറപ്പിച്ച ഖുറാസാനിലെ ആ മഹാപണ്ഡിതൻ ആരായിരുന്നു? നേരത്തെ പറഞ്ഞു, അബ്ദുല്ലാഹിബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു. ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നാം കരുതേണ്ടത് എന്താണ്? ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? ആരോഗ്യം ഉണ്ടാവാന്. എന്തിനാ ആരോഗ്യം ഉണ്ടാവുന്നത്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ. അപ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. അതിനു വേണ്ടിയാണ്, അല്ലേ? അത് എഴുതി കൊടുക്കുക. നാലാമത്തെ ചോദ്യം, വീട്ടുകാർ വിരുന്നുകാരെ സ്വീകരിക്കണം എങ്ങനെ? നല്ല പ്രസന്ന ഭാവത്തോടു കൂടി, അല്ലേ? പ്രസന്ന ഭാവത്തോടു കൂടി നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ എന്ത് ചെയ്യണം? പ്രസന്ന ഭാവത്തോടു കൂടി അവരെ സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നല്ല ഒരു പെരുമാറ്റത്തിൽ എന്ത് ചെയ്യുക? അവരെ സ്വീകരിക്കുക. നമ്മളെ പുസ്തകത്തിൽ ഉള്ളത് എങ്ങനെയാണ്? പ്രസന്ന ഭാവത്തോടു കൂടി സ്വീകരിക്കുക. ഇനി അടുത്ത നാലാമത്തെ ചോദ്യം, നാലാമത്തെ വിഭാഗം കണ്ടില്ലേ, പൂരിപ്പിക്കാനുള്ളതാണ്. പൂർത്തിയാക്കാം. കുടുംബബന്ധം പുലർത്തിയാൽ ഡാഷ് വിശാലമാകും. എന്ത് വിശാലമാകും? റിസ്ഖ് വിശാലമാകും. ഡാഷ് കൂടും. എന്താ കൂടലേ? ആയുസ് കൂടും. ഇനി അടുത്ത്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ ബാക്കി എന്താണ്? പൂർണ്ണ വിശ്വാസി അല്ല. അപ്പൊ എന്താണ്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ പൂർണ്ണ വിശ്വാസി അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്റാണ്. അപ്പൊ ചോദിച്ചാലും ഏതാ? ഇനിയിപ്പോ ഇവിടെ കുറച്ച് തന്നു, കുറച്ച് തന്നിട്ടില്ല. അവിടെ എന്ത് എഴുതി കൊടുക്കുക? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. നമുക്കറിയില്ലേ, നമ്മൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കാൻ വേണം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇനി ആ ബൈത്ത് എഴുതി കൊടുക്കാനുള്ളതാണ്, അല്ലേ? ആ പാട്ട്. വിരുന്നൂട്ടൽ എന്ന ആ പാഠത്തിലെ പാട്ടാണ്, നമുക്കൊക്കെ അറിയാം. വിരുന്നുകാരവർ വീട്ടിൽ വന്നാൽ വീട്ടിൽ നിറയും ഉന്മേഷം. അത് മാത്രം എഴുതി കൊടുത്താൽ മതി. ഒരു വരി എഴുതി കൊടുത്താൽ മതി. ആ ഒരു വരി എഴുതി കൊടുത്താൽ നമുക്ക് 3 മാർക്കാണ്. ഇനി സാരം എഴുതുക. എന്താ സാരം എഴുതുക പറഞ്ഞാല്? അർത്ഥം എഴുതാനുള്ളതാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി
വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫഹു. നമ്മൾ കാണാതെ പഠിക്കണം. ചിലപ്പോൾ അത് പൂർത്തിയാക്കാനുള്ളത് തരും. മൻ കാന യുഅ്മിനു ഡാഷ് ഫൽയുക്രിം ലൈഫഹു എന്നൊക്കെ തരും. അപ്പം എന്ത് ചെയ്യണം? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫഹു. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ. അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? നോക്കിയിട്ട് കാണാതെ പഠിക്കുക, എന്നിട്ട് എഴുതി കൊടുക്കുക. ഏത് ചോദ്യം വന്നാലും എഴുതാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാഫിയായ ഇൽമ അള്ളാഹു തആല വർദ്ധിപ്പിച്ച് നൽകട്ടെ. നല്ല ഉഷാറായിട്ട് പഠിക്കാനും അതനുസരിച്ച് പരീക്ഷ എഴുതാനും പ്രവർത്തിക്കാനും നമുക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചാനലിൻ്റെ പേര് മദ്രസ ഖുർആൻ പഠന സഹായി എന്നുള്ളതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുതിർന്ന ആളുകൾക്കുള്ള ക്ലാസ്സാണ്. എല്ലാവർക്കും വിശുദ്ധ ഖുർആൻ്റെ പാരായണം മനോഹരമാക്കാനും വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു പ്രയാസമില്ലാതെ നമുക്ക് ക്ലാസ് കേട്ടുകൊണ്ട് തന്നെ പഠിക്കാനൊക്കെ കഴിയുന്നതായ രൂപത്തിലുള്ള ചെറിയ ക്ലാസ്സുകളാണ്. പ്രത്യേകിച്ച് ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ആവശ്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ക്ലാസ്സുകളും അതുപോലെ തന്നെ മറ്റുള്ള ക്ലാസ്സുകളൊക്കെ കൂട്ടുകാർക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് കഴിയുന്ന ആളുകളൊക്കെ സ്റ്റാറ്റസൊക്കെ വെച്ചുകൊണ്ട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ്റെ പാരായണം നാം അറിയാതെ തന്നെ നമുക്കൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ പാരായണത്തെ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.